റയാൻ ഹോളിഡേയുടെ ഡിസിപ്ലിൻ ഇസ് ഡെസ്റ്റിനി എന്ന പുസ്തകത്തെക്കുറിച്ചുള്ളൊരു ചെറിയൊരു ബ്രീഫാണിത്. ഡിസിപ്ലിൻ അല്ലെങ്കിൽ അച്ചടക്കം അതൊരു തരം ശിക്ഷയാണോ? അല്ലേ അല്ല. റയാൻ ഹോളിഡേ പറയുന്നത് നേരെ തിരിച്ചാണ്. ശരിക്കും ആത്മനിയന്ത്രണം കൊണ്ട് നമുക്ക് ശരിയായ സ്വാതന്ത്ര്യം നേടാനും നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ നേടാനുള്ള ഒരു സൂപ്പർ പവറാണ് അച്ചടക്കം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഒന്നാമത്തെ കാര്യം ശാരീരികമായ അച്ചടക്കം. ഇതാണ് നമ്മൾ പറയില്ലേ ബേസ്. നല്ല ഉറക്കം, നല്ല ഭക്ഷണം, നമ്മുടെ ശരീരത്തെ നമ്മൾ ബഹുമാനിക്കുക. ഇതൊക്കെ നമ്മുടെ വിജയശക്തിക്ക് ഒരു അടിത്തറയിടും. ഇപ്പോൾ ബേസ്ബോൾ ഇതിഹാസം ലൂ ഗെരീഗിന്റെ കാര്യം തന്നെ എടുക്കാം. പരിക്കുകളൊന്നും നോക്കാതെ തുടർച്ചയായി 2130 കളികളാണ് അദ്ദേഹം കളിച്ചത്. അത് കഠിനമായ ശാരീരിക അച്ചടക്കത്തിന്റെ ഒരു വലിയ ഉദാഹരണമാണ്. രണ്ടാമതായി മാനസികമായ അച്ചടക്കം. നമ്മുടെ ശരീരം ഒരു എഞ്ചിനാണെങ്കിൽ അതിനെ ഓടിക്കുന്ന ഡ്രൈവർ നമ്മുടെ മനസ്സാണ്, അല്ലേ? അപ്പോൾ ചുറ്റും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും പതറാതെ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കൺട്രോൾ ചെയ്ത് വ്യക്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവ്. പണ്ട് റോമൻ ചക്രവർത്തിയായിരുന്ന മാർക്കസ് ഔറേലിയസ് യുദ്ധത്തിന്റെ നടുക്കിരുന്നിട്ട് പോലും മനസ്സ് ശാന്തമാക്കാൻ ഒരു പേഴ്സണൽ ഡയറി എഴുതിയിരുന്നു. അതുപോലെ ഇനി അവസാനത്തേത്, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതാണ്: ആത്മീയമായ അച്ചടക്കം. ഇത് സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ഭയത്തെയും പ്രലോഭനങ്ങളെയും ഒക്കെ മറികടന്ന് നമ്മുടെ മൂല്യങ്ങളിലും ജീവിത ലക്ഷ്യത്തിലും ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരു തരം ഇന്നർ പവർ. അപ്പോൾ ചുരുക്കത്തിൽ ഹോളിഡേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: അച്ചടക്കം നിങ്ങളെ കെട്ടിയിടുന്ന ഒരു ചങ്ങലയല്ല, മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴി തുറന്നു തരുന്ന ഒരു താക്കോലാണ്.